നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ് വളരെ ചിരിയോടും രസകരമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. കൗതുക വാർത്തകൾ എന്ന വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനെ നമ്മൾ വിളിക്കുന്നത് മാനസാന്തരപ്പെട്ട കള്ളൻ അല്ലെങ്കിൽ നല്ല കള്ളൻ എന്നൊക്കെയാണ്. നല്ല കള്ളൻ്റെ പേരിൽ ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു പള്ളി പണിതിരിക്കുന്നു. പള്ളി ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. നല്ല കള്ളൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യ ദേവാലയം അത്ഭുതങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ സൺഡേ ഷാലോമിൽ വന്ന ഒരു വാർത്ത. കൗതുകത്തോടു കൂടി ആ വാർത്ത കണ്ടു, പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം തോന്നി. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹാശ്രമം തടോറ മക്കളുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇവിടെ ആയിരിക്കുമ്പോൾ ഈയിടെ ഒക്ടോബർ 31 വെഞ്ചരിച്ച ആശീർവദിച്ച ഈ ഷ്രൈൻ നിങ്ങളാരും കണ്ടു വലിയ പരിചയം കാണുകയില്ല. കാരണം നല്ല കള്ളനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ല കള്ളൻ ആര് പേരറിയില്ല. നല്ല കള്ളനും കത്തോലിക്കാ സഭയിൽ അംഗീകരിക്കപ്പെട്ടോ ഒരു വിശുദ്ധനാണോ എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു സർപ്രൈസ് പോലെയാണ് പലർക്കും. എന്നാൽ ഒരു സർപ്രൈസിനും ഇടമില്ലാത്ത വിധം ഒക്ടോബർ 31 വിശുദ്ധ ഡിസ്മസ് ദ ഗുഡ് തീഫിൻ്റെ ഈ ഷ്രൈൻ ഇവിടെ ആശീർവദിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ലോകത്തിൽ എവിടെയെങ്കിലും നല്ല കള്ളൻ്റെ പള്ളിയുണ്ടോ? ഇതുവരെ ഇത്രയും പിതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിട്ട് ഒരു നല്ല കള്ളൻ്റെ പള്ളി എവിടെയെങ്കിലും ഉണ്ടോ? ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു സ്വപ്നം കാണുവാണ്. നസ്രായനായ യേശുവിൻ്റെ ക്രൂശിത രൂപം, ആ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രം, അത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ തെളിവ് അല്ലെങ്കിൽ ഈശോയുടെ അടയാളമായിട്ട് ഈശോ നടുക്ക്, വലതുവശത്ത് നല്ല കള്ളൻ ഡിസ്മസ്, ഇടതുവശത്ത് ശൂന്യമായ ഒരു കുരിശ്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല രൂപമെന്ന് മനസ്സിൽ തെളിഞ്ഞു. പണിയണ്ടേ, കാശ് വേണ്ടേ? അങ്ങനെ പണിയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിനൊരു നൊവേനയുടെ കാര്യം ആലോചിച്ചത്. ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു നൊവേനയ്ക്ക് വേണ്ട ലുത്തിനിയെ ഉണ്ടാക്കി. കേട്ടാലൊരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പറ്റുകയില്ലായിരിക്കും. പക്ഷേ കഴിഞ്ഞ 42 വർഷമായി തടവറയിൽ കഴിയുന്നവരുമായിട്ട് അടുത്തിടപെട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ലുത്തിനിയ ഉണ്ടാക്കാൻ പറ്റി. ഞാൻ ഉണ്ടാക്കിയ ലുത്തിനിയ എന്ത് എന്ന് ചോദിച്ചാൽ, മാല പറിച്ച നല്ല കള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വീട് കുത്തിപ്പൊളിച്ച നല്ല കള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇങ്ങനെ കുറച്ചങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതെങ്ങനെയാണ് ഒരു വിശുദ്ധൻ്റെത് അടുത്തു നിന്ന് ചെല്ലുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സുഹൃത്ത് വഴി ഇതിൻ്റെ ലുത്തിനിയ കൃത്യമായിട്ടും കിട്ടി. 51. അപ്പോൾ എങ്ങനെയാണ് ആ പള്ളി സ്ഥാപിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആ അച്ഛൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത്. ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു പ്രസൻറ്റ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഒരാശ്രമത്തിലാണ് ഈ ഒരു ദേവാലയം ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ദേവാലയം പണിയെക്കുറിച്ചൊക്കെ ഈ അച്ഛന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് വരെ കള്ളൻ്റെ പേരിൽ ഒരു ദേവാലയമില്ലായിരുന്നു. അപ്പോൾ നല്ല കള്ളൻ്റെ പേരിൽ ഒരു ദേവാലയം പണിതിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അല്പഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണുക, അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയും നാളും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെയിൻസും ഉണ്ടായിരുന്നു. ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുവാൻ സെയിൻസും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നല്ല കള്ളൻ ഇത്രയും നാളും പരിഗണിക്കപ്പെടാതെ കിടന്ന ആ നല്ല കള്ളനെ, അദ്ദേഹത്തെയും ഒരു ദേവാലയത്തിലൂടെ ഈ പുരോഹിതനും മറ്റും ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു വാചകം കൂടെ പറയണം. ഒരു ചെറിയ തിയോളജിക്കൽ എറർ അച്ഛൻ പറഞ്ഞതിൽ സംഭവിച്ചു. തിയോളജിക്കൽ എറർ എന്നതിലും അപ്പുറമായിട്ട് വിശ്വാസത്തിലെ വ്യത്യാസം എന്ന് പറയാം. കാരണം അന്ന് യേശു കർത്താവ് പറഞ്ഞത്, കള്ളനോട് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുമെന്നാണ്. പർദീസ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി തീർന്ന ദൈവമക്കൾ പോകുന്ന സ്വർഗം അല്ല എന്നൊരു ബാലപാഠം പ്രേക്ഷകരോടങ്ങ് പറയുകയാണ്. അച്ഛനൊരു തിയോളജിക്കൽ എറർ സംഭവിച്ചു. കാരണം ആ പർദീസ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മടിയാണ്. പഴയ നിയമ ഭക്തന്മാർ മരിക്കുമ്പോൾ എത്തുന്ന സ്ഥലമാണ്. ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിൽ ലാസർ എത്തിയ
അബ്രഹാം പിതാവിൻ്റെ മടിയെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്, പറുദീസയിൽ നീ എന്നോടുകൂടി ഇരിക്കുമെന്ന്. കാരണം യേശുവിൻ്റെ മരണശേഷം അവൻ പാതാള പറുദീസയിലേക്ക് ചെന്ന് മരിച്ചവരോട് രക്ഷാദൂത് അറിയിച്ചു എന്നുള്ള വേദപുസ്തക വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് ഈ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അവൻ പിന്നീട് ഉയരത്തിലേക്ക് കയറി. അപ്പോൾ അവൻ കയറിയ ഉയരം, ആ ഉയരത്തിലേക്കാണ് ഇന്ന് മരിക്കുന്ന ഭക്തന്മാരെത്തുന്നത്. പൗലോസ്ലീഹയുടെ അനുഭവം അതാണ്. താന് 3-ാം സ്വർഗത്തോളം എത്തിയെന്ന് പറയുന്നു. അപ്പോൾ പാതാള പറുദീസയും 3-ാം സ്വർഗവും രണ്ടും രണ്ടാണെന്നുള്ള ഒരു ബേസിക് ഒരറിവ്, അതിൻ്റെ ഒരു അഭാവം അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. എന്താണെങ്കിലും ഈ ഒരു കുറവുണ്ടായിരുന്നു. അതായത് നല്ല കള്ളനെ ഇന്ന് വരെ ആരും അംഗീകരിച്ചില്ല, പക്ഷേ മലയാളികൾ അതിന് മുമ്പിട്ട് നിൽക്കുന്നു എന്ന ഒരു കൗതുക വാർത്ത പറഞ്ഞുകൊണ്ട് ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.